ഹലോ, അസ്സലാമു അലൈക്കും. നമ്മൾ +1 ക്ലാസ്സിൻ്റെ യൂണിറ്റ് വൈസ് സമ്മറി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തു? യൂണിറ്റ് 1ൻ്റെ സമ്മറി പറഞ്ഞു. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് 2 ആണ്. യൂണിറ്റ് 2ൽ നമുക്ക് 3 ചാപ്റ്ററുകളാണുള്ളത്. ഒന്ന് ലംഹത്തു ഇല തുബിഅ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഒരു ഖുർആൻ ആയത്ത് വെള്ളത്തിനെ കുറിച്ചിട്ട് പറഞ്ഞ ചാപ്റ്റർ കേട്ടോ. ദുറാത്തുൻ സമീനത്തുൻ, മൂല്യവത്തായ ഉപദേശങ്ങൾ എന്നുള്ള ഒരു എന്താ പറയുക ചരിത്ര സംഭവമാണ്. കം തെസ്റ്റക്കി എന്ന് പറയുന്നൊരു കവിതയാണ്. ഓക്കെ, ഈ 3 ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി ലംഹത്തു ഇല തൊബിഅയിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചെടുത്തു. മാഹിയ മവാരിദുൽ മിയ. ലംഹത്ത് എന്ന് പറഞ്ഞാൽ എത്തിനോട്ടം, നോട്ടം എന്നാണ് അർത്ഥം. ഫി തൊബിഅ, പ്രകൃതിയിലേക്ക് ഒരു എത്തിനോട്ടം, പ്രകൃതിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. മാഹിയ, ഏതൊക്കെയാണ് മവാരിദുൽ മിയ, വെള്ളത്തിൻ്റെ ഉറവിടങ്ങൾ, സോഴ്സുകൾ ഏതൊക്കെയാണെന്നാണ് ആ ചോദ്യം അല്ലേ. അപ്പോൾ സോഴ്സുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് സോഴ്സ് എന്ന് പറഞ്ഞാൽ. ഉറവിടങ്ങൾ ഏതൊക്കെയാണ്? കിണർ അല്ലേ, അതേപോലെ തന്നെ കടൽ, അതേ ജലാശയങ്ങൾ, പുഴ, അതേപോലെ തന്നെ ഒരു മിനിറ്റ്, ഓക്കെ, കടൽ, കിണർ, പുഴ, തോടുകൾ, അരുവികൾ, കുളങ്ങൾ, ഇതൊക്കെ തടാകങ്ങൾ, ഇതൊക്കെ ജലാശയങ്ങളാണ്. ഓക്കെ, എന്നാൽ ഈ എല്ലാ ജലാശയങ്ങൾക്ക് വെള്ളം എങ്ങനെ എത്തുന്നത്? മഴയിലൂടെയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞു വെക്കുന്നത് യഥാർത്ഥ വെള്ളത്തിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് മത്തറാണ്, മഴയാണ്, ഓയിസാണെന്ന്. ഓക്കെ, ഓയിസ് എന്നും പറയും, മത്തർ എന്ന് അറബിയിൽ പറയും കേട്ടോ. കം യൗമൻ യുംകിനു, മനുഷ്യന് എത്ര ദിവസം സാധിക്കും? ഇൻസാൻ, മനുഷ്യൻ, അൻ യഈഷ, ജീവിക്കാൻ, ബിദൂനിൽ മാ, വെള്ളമില്ലാതെ എത്ര ദിവസം താമസിക്കും? അധികം ദിവസം താമസിക്കാൻ കഴിയുമോ? ഇല്ലേ. ശരീരത്തിൽ വെള്ളം ആണ്, ശരീരത്തിൻ്റെ ഭൂരിഭാഗവും വെള്ളമാണ് ശരീരത്തിൻ്റെ അല്ലേ. അപ്പോൾ അതില്ലാതെ മനുഷ്യന് എന്ത് ചെയ്യാൻ പറ്റില്ല? ജീവിക്കാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ ഖുർആനിലെ ഒരു ആയത്ത് വെച്ചുകൊണ്ട് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ആയത്ത്, അഫർ ഐത്തുമുൽ മാ അല്ലദി തശ്റബുൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി, മുസ്നി എന്ന് പറഞ്ഞാൽ കാർമേഘം, മുസ്ന് എന്ന് പറഞ്ഞാൽ കാർമേഘം, മേഘത്തിൽ നിന്നാണ് എന്ത് ചെയ്യണത്? നിങ്ങളാണോ മഴയിറക്കുന്നത്? ലൗ നശാഉ, നാം ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, ഉജാജൻ, അതിനെ ഉപ്പുള്ളതാക്കാം. ഉജാജ് എന്ന് പറഞ്ഞാൽ മിൽഹ്, ഉപ്പുള്ളതാക്കാൻ കഴിയും. ഫലൗലാ തഷ്കു, ഞാൻ അണ്ടർലൈൻ ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രധാനപ്പെട്ട വേർഡ്സ് ആയിരിക്കും കേട്ടോ. പിന്നെ അതിൽ കൊടുക്കുന്നത് മഫ്ഹൂം എന്ന് പറഞ്ഞാൽ സമ്മറി അല്ലേ. ആ മഫ്ഹൂമുൽ ആയത്ത്, ഈ പറഞ്ഞ ആയത്തിൻ്റെ സമ്മറിയാണ്. അപ്പോൾ ഈ സമ്മറി നമുക്ക് ചിലപ്പോൾ ഈ ആയത്ത് കൊടുത്തിട്ട് നമ്മളിതിന് സമ്മറി എഴുതാൻ വേണ്ടി ചിലപ്പോൾ പരീക്ഷ ചോദിക്കാറുണ്ട്, ആയത്തോ ഹദീസോ കൊടുത്തിട്ട്. അപ്പോൾ യഹസ്സു അള്ളാഹു പ്രോത്സാഹിപ്പിക്കുന്നു അന്നാസ്, ജനങ്ങളെ, അല തഫക്കുർ, ചിന്തിക്കാൻ, തദബ്ബുർ, ആലോചിക്കാൻ, അനിൽ മാ, വെള്ളത്തെക്കുറിച്ചിട്ട്. തഅല്ലമു നിഅമഹി, നിഅമ എന്നാണ് അനുഗ്രഹങ്ങൾ, അള്ളാഹിൻ്റെ ഏറ്റവും മഹത്തായ അനുഗ്രഹത്തിൽപ്പെട്ടതാണ് വെള്ളം. വയഖൂലു, അവൻ പറയുന്നു, അഫർ ഐത്തും, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, അൽ മാ, വെള്ളത്തെക്കുറിച്ച്, അയ്യോ അല്ലദി തശ്റബൂനഹു, നിങ്ങൾ കുടിക്കുന്നതായ, അൻതും അൻസൽതുമൂഹു, നിങ്ങളാണോ അതിനെ ഇറക്കുന്നത്? മിനൽ സഹാബ്, ഇവിടെ സഹാബ് ഉപയോഗിച്ചു, ഇവിടെ എന്ത് ഉപയോഗിച്ചു? ഇവിടെ മുസിൻ ഉപയോഗിച്ചു. ആയത്തിൽ ഉപയോഗിച്ച മുസിനാണ്, അതിൻ്റെ മീനിങ് സഹാബ് എന്നാണ് കേട്ടോ. ഓക്കെ, മേഘത്തിൽ നിന്ന്, ഫൗക്കക്കും ഇലൽ ഖറാ, നിങ്ങളെ മുകളിൽ നിന്ന്, ആകാശത്തിൽ നിന്ന്, ഇലൽ ഖറാറിൽ അർള്, ഭൂമിയുടെ അടിത്തട്ടിലേക്ക് വെള്ളത്തെ ഇറക്കുന്നത് നിങ്ങളാണോ? അം നഹ്നു മുൻസിലൂഹു ലക്കും, അതല്ല ഞാനാണോ നിങ്ങൾക്ക് ഇറക്കിയത്? അപ്പോൾ അള്ളാഹു ഖുർആനിൽ ചോദിക്കുന്നത് ആകാശത്തിൽ വെള്ളം ഇറക്കുന്നത് നിങ്ങളാണോ അതോ ഞാനാണോ? അതിനർത്ഥം എന്താണ്? നിങ്ങളല്ല, മഴയിലൂടെ വെള്ളം ഇറക്കുന്നത് ഞാനാണ് എന്നാണ് അതിൻ്റെ ഉദ്ദേശം. ലൗ നുരീദു, ഞാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, ലജഅൽനാ, ഞാൻ ആക്കുമായിരുന്നു, ദാലിക്കൽ മാ, ആ വെള്ളത്തെ, അൻസൽനാഹു മിനൽ മുസ്നി, ആ മേഘത്തിൽ നിന്ന് ഇറക്കുന്ന വെള്ളത്തെ ഞാൻ ഇറക്കുന്നത് കൊണ്ട് അള്ളാഹു പറയാണ് ഞാൻ ഉദ്ദേശിക്കുമായിരുന്നു, മാലിഹൻ, മിൽഹ്, മിൽഹ് എന്ന് അറബിയിൽ പറഞ്ഞാൽ ഉപ്പ് കേട്ടോ, മിൽഹുൻ, ഉപ്പുള്ളതാക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ മിൽഹ് എന്ന് ഉപയോഗിച്ചു, ഇവിടെ എന്ത് ഉപയോഗിച്ചു? ഇവിടെ ഉജാജ്. അപ്പോൾ ഉജാജ് എന്ന് ഖുർആൻ വെച്ച് വാക്കിൻ്റെ അർത്ഥം ശരിക്കും എന്താണ്? മിൽഹ്, ഉപ്പ് എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് ഒരേ അർത്ഥമുള്ള വേർഡ് സാറ് പരിചയപ്പെടുത്തുന്നു. ഹൈസു ലാ യസ്ലഹു ലിഷുർബ്, അങ്ങനെയാണെങ്കിൽ ലാ യസ്ലഹു, നിങ്ങൾക്കത് ഉപകാരപ്പെടുകയില്ല, ലിഷുർബ്, കുടിക്കാനും, ബുസ്റാ, കൃഷിക്കും ഉപകാരപ്പെടുകയില്ല. ഓക്കെ, ഇനി ഇവിടെ 2 ക്വസ്റ്റ്യൻസ് ആണ്, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നിങ്ങൾ വെള്ളമില്ലെങ്കിൽ, വെള്ളം മുഴുവൻ ഉപ്പായി തീർന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ്. ഇനി നമ്മൾ അടുത്ത ആയത്തിലേക്ക്, ഇതിൽ 3 ആയത്തുകൾ 3 ഹദീസുകളാണ് ഈ ചാപ്റ്ററിൽ കേട്ടോ. രണ്ടാമത്തെ, ഫൽ യൻദുർ ഇലൽ ഇൻസാനി ഇലാ തആമി, മനുഷ്യൻ അവൻ്റെ ഭക്ഷണത്തിലേക്ക് നോക്കട്ടെ, അന്നാ സബബ്നൽ മാ അസബ്ബ,
ഞാൻ ആ മഴ വെള്ളത്തെ വർഷിപ്പിച്ചു. സുമ്മ ഷക്കക്കിനൽ അർള ഷക്ക, പിന്നെ ആ ഭൂമിയെ ഞാൻ പിളർത്തി. അമ്പത്തിന ഫിയ ഹബ്ബ, പിന്നെ ആ ഭൂമിയിൽ നിന്ന് എന്ത് ചെയ്തു, ധാന്യങ്ങൾ മുളപ്പിച്ചു. ഇനബൻ വഖൽബൻ, പച്ചക്കറികൾ മുന്തിരിയും ഉണ്ടായിരുന്നു. സൈത്തൂനൻ വനഖലൻ, ഒലീവും ഈത്തപ്പഴവും ഉണ്ടായിരുന്നു. ഹദായിക ഉൽബ, അതിൽ നിന്ന് എന്തുണ്ട്, ഹദായിക തോട്ടങ്ങൾ ഉണ്ടായി. ഉൽബ, തിങ്ങി നിറഞ്ഞ തോട്ടങ്ങൾ. അപ്പോൾ ഫാക്കിയത്തിൻ അബ്ബ, കാലിത്തീറ്റകളും പഴങ്ങൾ ഫ്രൂട്ട്സും ഉണ്ടായിരുന്നു. മത്താഅലക്കും, നിങ്ങൾക്ക് വേണ്ടിയിട്ടും, വലിയ അൻആമിക്കും, നിങ്ങളുടെ കന്നുകാലികൾക്ക് വേണ്ടിയിട്ടും. ഓക്കെ, ഇനി ആ ആയത്തിൻ്റെ മഫ്ഹൂം സമ്മറി പറഞ്ഞു. ഇന്നല്ലാഹ, അള്ളാഹു അൻസല മിനസ് സമായി, ആകാശത്തിൽ നിന്ന് ഇറക്കുന്നു. മാഅൻ വസീറൻ, ധാരാളക്കണക്ക് വെള്ളം ആകാശത്ത് നിന്ന് മഴയിലൂടെ ഇറക്കുന്നു. ഷക്കൽ അർള, എന്നിട്ട് ആ മഴ ഭൂമിയിലേക്കൊന്ന് ഭൂമി ഷക്ക പിളർത്തി. അഖ്റജ മിൻഹ, ആ ഭൂമിയിൽ നിന്ന് ഐനബ് മുന്തിരിയും, ഖലബ് പച്ചക്കറിയും, സൈത്തൂന ഒലിയും, നഖ്ല ഈത്തപ്പഴവും, മിമ്മാ തുസ്റഉ ഫിൽ അർദ്, ഭൂമിയിൽ നിങ്ങൾ കൃഷി ചെയ്യുന്നതെല്ലാം ആ ഭൂമിയിൽ നിന്ന് അല്ലാഹു നിങ്ങൾക്ക് എന്ത് ചെയ്തു, മുളപ്പിച്ച് തന്നു എന്നാണ് അതിൻ്റെ സമ്മറി കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ അതിലേക്ക് പോവാണ്. ഒരു ബോക്സിൽ താഴത്ത് കൊടുത്തിട്ടുണ്ട് ഖുർആനിനെ പരിചയപ്പെടുത്തിയിരിക്കുകയാണ്. ഓക്കെ, ഇത് വൺ വേർഡ് ചോദിക്കലുണ്ട്. അൽ ഖുർആൻ, ഖുർആൻ ഹുവ കലാമുള്ള, അള്ളാഹുവിൻ്റെ സംസാരമാകുന്ന ഖുർആൻ. അൽ മുൻസിലു അലാ മുഹമ്മദ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കപ്പെട്ടതാണ് ഖുർആൻ. അൽ മുതഅബ്ബദു, ആരാധനയാണ്. ബി തിലാവത്തിയ, ആ ഖുർആൻ പാരായണം ചെയ്യുന്നത് ആരാധനയാണ്. വ യുസമ്മ, അറിയപ്പെടുന്നു. ഐലൻ, വേറെ ആ ഖുർആൻ വേറെയും പേരിൽ അറിയപ്പെടുന്നു. അൽ ഫുർഖാൻ എന്ന പേര് ഖുർആനിനുണ്ട്. വ ദിക്ർ, ഓർക്കുന്നത്. ഫുർഖാൻ സത്യം അസത്യം വേർതിരിക്കുന്നത്. ദിക്ർ, ഓർക്കുന്നത് എന്ന പേര് അതുണ്ട്. ഉത്ബോധിപ്പിക്കുന്നത്. തൻസീൽ, ഇറക്കപ്പെട്ടതെന്ന് ഖുർആനിൻ്റെ പേരുണ്ട്. വ മുസ്ഹഫ്, രണ്ട് ചട്ടകൾക്കുള്ളിലുള്ള ഗ്രന്ഥം എന്നതിന് പേരുണ്ട്. വൽ കിതാബ്, പുസ്തകം എന്നതിന് പേരുണ്ട്. ഇതൊക്കെ ഖുർആനിൻ്റെ പേരുകളാണ് കേട്ടോ. ഫിഹി 114 സൂറത്ത്, അതിൽ 114 സൂറത്തുകളുണ്ട്. ഫി മിൻഹ 86 മക്കിയ, ഹിജ്റക്ക് മുമ്പ് അവതരിച്ചതാണ്, മക്കയിൽ അവതരിച്ചതാണ്, ഇറങ്ങിയ സൂറത്തുകൾ. 28 86ഉം 28 മദനിയാണ്. മദനി എന്ന് പറഞ്ഞാൽ മദീനയിൽ അവതരിച്ചത്, ഹിജ്റക്ക് ശേഷം അവതരിച്ചത്. ജംഅഹു അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലത്താണ് അത്. അതിന് ജംഅ എന്ന് വെച്ചാൽ ആ ഖുർആനിനെ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇലകളിലും തോലുകളിലും കല്ലുകളിലൊക്കെ എഴുതി വെച്ചത്. അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലത്ത് എന്താക്കി, അതൊരു കോപ്പിയാക്കി മാറ്റി എന്നുള്ളതാണ്. അപ്പോൾ നുസ്ഖഹു, അതിനെ പല കോപ്പികളാക്കി മാറ്റിയത്. ഒരു കോപ്പി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് വീണ്ടും കുറേ ഖുർആന്റെ കോപ്പികൾ ഉണ്ടാക്കിയത് ആരുടെ കാലത്താണ്? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലം, ഉസ്മാൻ അഫ്റല്ലാഹുവിൻ്റെ 3ാമത്തെ ഖലീഫിൻ്റെ കാലത്താണ്. ഈ മസാഹിഫി, അങ്ങനെ ഖുർആൻ ആക്കി. ഓ അർസലഹ, പിന്നെ അതിനെ അയച്ചു കൊടുത്തു. ഇലൽ ആഫാഖ്, വിവിധ പ്രദേശങ്ങളിലേക്ക് അയച്ചു കൊടുത്തു? ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലത്ത് ഖുർആനെ കോപ്പികളാക്കി അയച്ചു കൊടുത്തു. ഓക്കെ, ഇത് ഖുർആനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്. ഇനി മൂന്നാമത്തെ ആയത്ത്, ഒന്നാമത്തെ ആയത്ത് വെള്ളത്തെക്കുറിച്ചിട്ടാണ്. രണ്ടാമത്തെ ആയത്ത് ഭൂമിയിൽ സസ്യങ്ങളും പഴങ്ങളും എങ്ങനെ അള്ളാഹു ഉണ്ടാക്കിയതിനെ കുറിച്ചിട്ടാണ്. മൂന്നാമത്തത് പറഞ്ഞത് ആ വെള്ളവും കൃഷിയൊക്കെ ഉണ്ടായത് മഴയിലൂടെയാണ്. മഴ എങ്ങനെ പെയ്യിപ്പിക്കണമെന്ന് ഖുർആൻ പറഞ്ഞ ഭാഗമാണ്. ഹുവല്ലദീ ഉർസിലു റിയാഹ, അവൻ കാറ്റിനെ, മഴക്ക് മുമ്പ് കാറ്റിനയക്കും. ബുഷ്റൻ ബൈന യദൈഹി റഹ്മത്തി, അവൻ്റെ കൈകളിൽ നിന്ന് റഹ്മത്തായിക്കൊണ്ട്. ഹത്താ ഇദാ അക്കല്ലത്ത്, അത് വഹിച്ചു കൊണ്ടുവരും. സഹാബൻ, മേഘങ്ങളെ. സിക്കാലൻ, കനം തൂങ്ങിയ കാർമേഘങ്ങളെ വഹിച്ചു കൊണ്ടുവരും. സുഖനാഹുലി ബലദിൻ മയ്യത്തിൻ, ജീവനില്ലാത്ത മഴയില്ലാത്ത നാടുകളിലേക്ക്. ഫൻസൽനാ ബിഹി മാഅൻ, പിന്നെ അതിൽ നിന്നുള്ള അവിടെ മഴ പെയ്യിപ്പിക്കും. വഅഖ്റജ്നാ മിൻ സമറാത്തിൻ, കുല്ലി സമറാത്തിൻ, എല്ലാവിധ ഫലങ്ങളും പിന്നെ ഉൽപ്പാദിപ്പിക്കും. കദാലിക, അതേ പ്രകാരം നുഖ്രിജു, അല്ലാഹു പറയാണ്, അതേ പ്രകാരം അൽ മൗത്താൽ നുഖ്രിജുൽ മൗത്താൽ ലഅല്ലക്കും തദക്കറുൻ, ഒന്നുമില്ലാത്ത മണ്ണിൽ മഴ പെയ്യിച്ചവിടെ സസ്യങ്ങൾ മുളക്കുന്നത് പോലെ മനുഷ്യൻ മരിച്ച് മണ്ണായി മാറിക്കഴിഞ്ഞാൽ വീണ്ടും അള്ളാഹു എന്ത് ചെയ്യും? മരിച്ചവരെ പുനർജീവിപ്പിക്കുമെന്നാണ് ഈ ആയത്തിലൂടെ പറഞ്ഞത്. ഇനി മഫ്ഹൂമുൽ ആയത്ത്, ഈ ആയത്തിൻ്റെ സമ്മറി. യുർസിലുല്ലാഹ, അള്ളാഹു അയക്കുന്നു. റിയാഹ, റീഹിൻ്റെ ജംആണ് റിയാഹ്, കാറ്റിന്. ബിഷാറത്തൻ ലിന്നാസ്, മനുഷ്യന് സന്തോഷവാർത്ത ആയിക്കൊണ്ട്. കബുല നുസൂലിൽ ഓയിസ് എന്നുള്ളത് നന്മയുള്ള മഴകൾക്കാണ് ഇതുവരെ ഓയിസ് എന്ന് പറയുന്നത്. അപകടം വിതക്കുന്ന മഴകൾക്ക് ഖുർആനിൽ മത്തർ എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത്. രണ്ടിൻ്റെ അർത്ഥം മഴ എന്നാണ്. പിന്നെ ഓയിസ്, അനുഗ്രഹീതമായ മഴയ്ക്ക് മുമ്പ് അള്ളാഹു കാറ്റിനയക്കും. വല്ലത്തി തഹ്മിലു സഹാബൻ, അത് കാർമേഘത്തെ വഹിച്ചു കൊണ്ടുപോകും. സിഖാലൻ, കനം തൂങ്ങിയ കാർമേഘത്തെ. യസൂഖുഹു, അത് പിന്നെ പോകും, അതിനെ കൊണ്ടുപോകും. അള്ളാഹു ഇല അർലിൻ ജാഫത്തൻ, നിർജീവമായ ഭൂമിയിലേക്ക് അള്ളാഹു ഇതിനെ കൊണ്ടുപോകും.
ഇവിടെ നമ്മൾ ശരിക്കും ശാസ്ത്രീയപരമായിട്ട് മഴയെക്കുറിച്ച് പഠിക്കുമ്പോൾ ജലത്തിൻ്റെ കണികൾ കാർമേഘത്തെ ശരിക്കും വഹിച്ച് കൊണ്ടുപോകുന്നത് കാറ്റാണ്, വായുവാണ് നീക്കി കൊണ്ടുപോകുന്നത്. അത് എങ്ങോട്ടാണ് നീക്കി കൊണ്ടുപോകുന്നത് ആ ഭാഗത്ത് പിന്നെ നിങ്ങൾ മനസ്സിലെ പിന്നെ അവിടെ ന്യൂനമർദ്ദം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കാർമേഘങ്ങൾ വന്നിട്ട് എന്ത് ചെയ്യും, ആ ഭാഗത്ത് കുറച്ച് അധികം മഴ പെയ്യും. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും കാറ്റാണ് മേഘങ്ങളെ നീക്കി കൊണ്ടുപോവുകയും അതിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് മേഘങ്ങളിൽ നിന്ന് മഴ പെയ്യുന്നതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ശാസ്ത്രീയ കാര്യങ്ങൾ അവിടെ പറയണത്. വൈ ഇൻസിലുള്ളാഹു അള്ളാഹു ഇറക്കുന്നു മിൻഹു മാ അതിൽ നിന്ന് അള്ളാഹു ആ മേഘത്തിൽ നിന്ന് വെള്ളത്തെ പെയ്യിപ്പിക്കുന്നു. വൈ യുഖരിജു മിനിൽ അർള് പിന്നെ ഭൂമിയിൽ അള്ളാഹു മുളപ്പിക്കുന്നു സമറാത്ത് ഫലവർഗ്ഗങ്ങളെ. ഹാക്കഥ ഇതേ പ്രകാരം യബ്അസു പുനർജീവിപ്പിക്കും അള്ളാഹു അൽ മൗത്ത മരിച്ച ആളുകളെ. ആദൽ അമ്രു ഈ കാര്യം യഹ്സു പ്രോത്സാഹിപ്പിക്കുന്നു അൽ ആക്കിൽ ബുദ്ധിയുള്ള ആളുകളെ അല തഫക്കുർ വ തദബ്ബുർ ബുദ്ധിയുള്ള ആളുകൾക്ക് മരണാനന്തരം ജീവിതം ഇല്ല എന്ന് പറഞ്ഞ ആളുകൾക്ക് ചിന്തിക്കാൻ ഇതൊരു പിന്നെ എവിഡൻസ് ആണ്, തെളിവായിക്കൊണ്ട് ആണ് എന്ന് ആണ് ഈ ആയത്തിലൂടെ അള്ളാഹു പറയുന്നത്. ഒന്നുമില്ലാത്ത മണ്ണിൽ സസ്യങ്ങൾ മുളച്ച് ഉണ്ടാവുന്നു. ഇതേപോലെ മനുഷ്യൻ മണ്ണായി പോയാലും അള്ളാഹു വിചാരിച്ചാൽ അവർ വീണ്ടും ജീവിപ്പിക്കാൻ അള്ളാഹുവിന് പറ്റും എന്നാണ് അവിടെ പറഞ്ഞത്. ഓക്കെ, ഇനി ഇതിൽ അടുത്ത നാലാമതൊരു ഹദീസാണ്, വെള്ളവുമായി ബന്ധപ്പെട്ട ഹദീസാണ്. ഇത് സ്ഥിരമായി എക്സാമിന് ചോദിക്കലുള്ളതാണ്. അൻ അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഹദീസ് പറയണത് അന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ നടന്നു പോവുകയായിരുന്നു ബി സഅദിൻ സഅദ് റളിയല്ലാഹുവിൻ്റെ അടുത്ത് കൂടെ. വഹുവ യതവല്ല അപ്പോൾ സഅദ് റളിയല്ലാഹു വുളു ചെയ്യായിരുന്നു. ഫഖാല അപ്പോൾ പറഞ്ഞു മാ ഹാദ സർഫ് സർഫ് എന്ന് പറഞ്ഞാൽ ദൂർത്ത് കേട്ടോ. ഇതെന്തൊരു ദൂർത്താണ്, വെള്ളം അധികമായി ഉപയോഗിക്കണം. ആരോടാ ചോദിക്കണത്? സഅദ് റളിയല്ലാഹുവിനോട്. ആരാ ചോദിക്കണത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഫഖാല അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്താ പറഞ്ഞത്? അഫിൽ ഉളു ഇസ്രാഫുൻ ഉളുവിലും ഇസ്രാഫ് ഉണ്ടോ? ഈ ഡയലോഗ് എക്സാമിന് ചോദിക്കലുണ്ടോ? ഉളുവിൽ ഇസ്രാഫ് ഉണ്ടോ? ആരാ പറഞ്ഞത്? സഅദ് റസൂലിനോട് ചോദിച്ചു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നഅം അതെ ഉണ്ട്. വൈൻ കുൻത അലാ നഹ്റിൻ ജാറിൻ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നഹറിൽ നിന്ന് പുഴയിൽ നിന്നാണ് നീ ഒളു എടുക്കുന്നതെങ്കിലും ആവശ്യത്തിൽ കൂടുതൽ വെള്ളം എടുത്താൽ അത് ദൂർത്താണ് എന്ന് പറഞ്ഞു. മഫ്ഹൂമുൽ ഹദീസ് ഈ ഹദീസിൻ്റെ ആശയം സമ്മറി യുർഷിദുന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശം നൽകുന്നു ഇലാ തർക്കിൽ ഇസ്രാഫ് ദൂർത്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഫി കുല്ല ഷൈഇൻ എല്ലാ കാര്യത്തിലും നഹ്താജു നമുക്ക് ആവശ്യമുള്ള ഫി ഹയാത്തി നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ള എല്ലാ കാര്യത്തിലും നമ്മൾ ദൂർത്ത് ഒഴിവാക്കണം. വലൂക്കാന ദാലിക ഫിൽ ഉളു അത് ഉളു ആണെങ്കിൽ പോലും ഉളുവിന് വെള്ളം ഉപയോഗിക്കുകയാണെങ്കിൽ പോലും ഉളു നല്ല കാര്യത്തിനല്ല നിസ്കരിക്കാനല്ല, പക്ഷെ അധികം വെള്ളം എടുത്തൂടെ പറ്റൂല. ആവശ്യത്തിന് അത്ര വെള്ളം എടുക്കാൻ പാടുള്ളൂ. അതിലധികം വെള്ളം എടുത്താൽ ദൂർത്താണെങ്കിൽ പിന്നെ ഏത് കാര്യത്തിലും അധികം വെള്ളം എടുത്താൽ എന്താണ് അത് നമുക്ക് ഉപയോഗിക്കുന്നതിന് അതിനേക്കാൾ കൂടുതൽ ഈ ഭൂമിയിലെ ഏതൊരു അനുഗ്രഹവും ആവശ്യത്തിൽ കൂടുതൽ ഉപയോഗിക്കുന്നത് എന്താണ്? ദൂർത്താണ്. ഇനി അഞ്ചാമത്തത് അനസ് റളിയല്ലാഹു പറഞ്ഞു കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മാമിൻ മുസ്ലിമിൻ ഒരു മുസ്ലിം യഅരിസു അർസൻ ഒരു ചെടി നട്ടു ഔ യസ്റഉ സർഅൻ ഒരു കൃഷി ചെയ്തു ഫയഅകുലു മിൻഹു ത്വയ്ർ അവൻ കൃഷി ഉണ്ടാക്കിയതിൽ നിന്നോ അവൻ നട്ടുപിടിപ്പിച്ച ചെടിയിൽ നിന്നോ ഒരു പക്ഷി അതിലുണ്ടായൊരു പഴം ഒരു ഫ്രൂട്ട് ഒരു പക്ഷി ഭക്ഷിച്ചു. ഔ ഇൻസാൻ ഏതെങ്കിലും മനുഷ്യൻ കഴിച്ചു. ഔ ബഹീമത്ത് ഏതെങ്കിലും ഒരു മൃഗം കഴിച്ചു. ഇല്ലാ കാന ലഹു അത് അവന് പിന്നെ അല്ലാതെ അല്ല ബിഹി സ്വതക്ക അല്ലാതെ അല്ല എന്ന് വെച്ചാൽ അവനുണ്ടാക്കിയ ഒരു മനുഷ്യൻ ഒരു കൃഷി ചെയ്യുകയോ ഒരു ചെടി വെച്ച് പിടിപ്പിക്കുകയോ അതിൽ നിന്നുണ്ടായ ഫലത്തിൽ നിന്ന് ധാന്യത്തിൽ നിന്നോ പഴങ്ങളോ ഒരു പക്ഷിയോ മൃഗമോ മനുഷ്യനോ കഴിച്ചാൽ അത് അവനെന്ത് ചെയ്യും? സ്വതക്ക കൊടുത്തതായിക്കൊണ്ട് അവൻ്റെ അതിൽ രേഖപ്പെടുത്തുക. അത് ഉണ്ടാക്കിയ ആൾക്ക് സ്വതക്കേൻ്റെ കൂലി കിട്ടുമെന്നർത്ഥം. മരിച്ചു കഴിഞ്ഞാലും കിട്ടും. ഇനി അതന്നല്ല ഹദീസ് തന്നെ. ഇനി മഫ്ഹൂമുൽ ഹദീസ് ഈ ഹദീസിൻ്റെ ആശയം യുഹരിലുന പ്രോത്സാഹിപ്പിക്കുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിക്കുന്നു അൽ ഓർസ് ചെടി നട്ടുപിടിപ്പിക്കാനും കൃഷി വെച്ച് പിടിപ്പിക്കാനും തസ്ജീർ മരം വെച്ച് പിടിപ്പിക്കാനൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. കാരണം എന്താണ്? യുബശ്ശിറു സന്തോഷ വാർത്ത നൽകണം. ഒരാൾ ചെടി വെച്ച് പിടിച്ച ആൾ മരിച്ചു പോയാലും അല്ലെങ്കിൽ അയാൾ അവിടെ ഇല്ലെങ്കിലും ഒക്കെ എന്ത് ചെയ്യും? മതപരമായിട്ടൊക്കെ കൂലി കിട്ടുമെന്ന് പറയാൻ വിബഷിർ സന്തോഷ വാർത്ത അറിയിക്കുന്ന അൽ മുസ്ലിമ വിശ്വാസിയെ അല്ലദീ യുതബ്ബിഖു ദാലിക അവനക്ക് എന്ത് ചെയ്യുന്നു? ആ ചെയ്ത പ്രവർത്തനത്തിലൂടെ കിട്ടുന്ന കൂലിയെക്കുറിച്ച് പറയുന്നു. വൈദ അക്കല തിന്നാൽ മിൻഹു അതിൽ നിന്ന് ഇൻസാന് മനുഷ്യൻ ഔ ത്വയ്ർ പക്ഷി ഔ അൻആം കന്നുകാലികൾ യുസബ്ബിബു അത് കാരണമാകും ഹുസൂല നേടിയെടുക്കാൻ അജ്റൻ ഇൻദല്ലാഹ് അല്ലാഹുവിൽ നിന്ന് പ്രതിഫലം നേടാൻ എന്ത് ചെയ്യും? അത് കാരണം അവൻ ഉണ്ടാക്കിയതിൽ നിന്ന് ആരെങ്കിലും കഴിച്ചാൽ എന്ത് ചെയ്യും? അതിലുള്ള അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കുന്ന ഒരു പുണ്യകർമ്മമാണ് അതെന്ന്. കൃഷി ചെയ്യണതും മരം വെച്ച് പിടിപ്പിക്കണൊക്കെ അത് ആർക്കൊക്കെ ഉപകാരം കിട്ടുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും? അത് ഉണ്ടാക്കിയ ആൾക്ക് കൂലി കിട്ടും.
ഇനി ആറാമത്തെ ഹദീസ് അൻ ജാബിർ റളിയല്ലാഹു പറയാണ് ഖാല റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ കാനത്ത് ലഹു അർദ്, ഒരാൾക്ക് ആർക്കാണോ ഭൂമിയുള്ളത് ഫൽ യസ്റഅഹ, അവൻ ആ ഭൂമിയിൽ കൃഷി ചെയ്യട്ടെ. ഫ ഇൻ ലം യസ്റഅഹ, അവൻ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ ഫൽ യുസ്റഅഹ, അത് കൃഷിക്ക് വേണ്ടി കൊടുക്കണം. അഹാഹ്, അവൻ്റെ സഹോദരൻ. എന്നുവെച്ചാൽ ഒരാൾക്കൊരു ഭൂമിയുണ്ട്, അയാൾ അവർ കൃഷി ചെയ്യണം. നീ കൃഷി ചെയ്യാതെ ഭൂമി വെറുതെ കെടുക്കരുത്, കാരണം കൃഷി ചെയ്യുന്ന ആർക്കെങ്കിലും അത് കൃഷി ചെയ്യാൻ വേണ്ടി കൊടുക്കണം. അത്രമേൽ കൃഷിയെ എന്ത് ചെയ്യുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമും പ്രോത്സാഹിപ്പിക്കുന്നു. മഫ്ഹൂമുൽ ഹദീസ്, ഈ ഹദീസിൻ്റെ ആശയം യഖുലു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഇസ്തിഖ്ദാമുൽ അർദ്, ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പറയുന്നു, ഭൂമിയെ ലിസ്റാഅത്ത്, കൃഷിക്ക് വേണ്ടിയിട്ട്, വലിയ ഇഹ്തിമാം അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനെ കുറിച്ചിട്ട്. ഓ യത്ലൂബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടു മിൻ സാഹിബിൽ അർദ്, ഭൂമിയുടെ ഉടമസ്ഥരോട് അൻ യസ്റഅഹ ബിനഫ്സിഹി, അവൻ സ്വയം അതിൽ കൃഷി ചെയ്യണം. വൈൻ ദാ കാന ലാ യുരീദു, അവൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ അസ്റഅത, കൃഷി ഫിഹ, അതിൽ ഫഅലൈഹി, അങ്ങനെങ്കിൽ അവൻ യുതിയഹ, അവനത് കൊടുക്കണം. ലിസ്റഅത്ത്, കൃഷിക്ക് വേണ്ടിയിട്ട്, ലിമൻ യുരീദു, ഉദ്ദേശിക്കുന്ന ആൾക്ക്. ആ കൃഷി ഉദ്ദേശിക്കുന്ന വേറെ ആരെങ്കിലും ഭൂമി ഇല്ലാത്തവരുണ്ടോ, അവർക്ക് എന്ത് ചെയ്യണം, ആ ഭൂമി കൃഷിക്ക് വേണ്ടി കൊടുക്കണം. വഫി ഹാദൽ ഹദീസ്, ഈ ഹദീസിൽ ഇർഷാദുൻ ബയ്യിനും, വ്യക്തമായ നിർദ്ദേശമുണ്ട്, ഇലാ ഇസ്തിഖ്ദാമിൽ അർള് ലിസ്റാഅത്ത്, ഭൂമി കൃഷിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്നുള്ള കൃത്യമായ നിർദ്ദേശത്തിലുണ്ട് എന്നാണ്. ഈ 3 ഹദീസുകളാണ് ഇതിൻ്റെ സമ്മറിയിൽ പഠിക്കേണ്ടത്. പിന്നെ ഇതിൽ ഇത് മാച്ച് ചെയ്യാൻ വേണ്ടി ചോദിക്കാം, ഈ ആയത്തും ഹദീസും കൊടുത്തിട്ട് അതിൻ്റെ മീനിങ് മാച്ച് ചെയ്യാൻ വേണ്ടി ചോദിക്കാം. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു പോയിന്റ്, ഈ ഹദീസ് ഗ്രന്ഥങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഹദീസ് ഗ്രന്ഥങ്ങൾ, അതിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് ഹദീസ് ഗ്രന്ഥമാണ് ഈ സ്വഹീഹുൽ ബുഖാരി. ആ ബുഖാരി എഴുതിയിട്ടുള്ള പണ്ഡിതനാണ് ഇമാം ബുഖാരി. ഇമാം ബുഖാരിയെ കുറിച്ച് പറയാം, അബു അബ്ദുല്ലാഹ് ബിൻ മുഹമ്മദ് ഇസ്മായിൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഉലിദ ഫി ബുഖാറ, ബുഖാറയിലാണ് അദ്ദേഹം ജനിച്ചത്, ഉസ്ബെക്കിസ്ഥാനിലെ. മിൻ കിബാറിൽ മുഹദ്ദിസിനായ വലിയ പണ്ഡിതന്മാരിൽപ്പെട്ട ആളാണ്. അഷ്തഹറബി കിതാബ്, അദ്ദേഹത്തിന് ഇഷ്തഹറബി കിതാബ്, പിന്നെ കിതാബ് പുസ്തകങ്ങളിൽ എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ പുസ്തകം കൊണ്ട് അദ്ദേഹം പ്രസിദ്ധനായി. പുസ്തകത്തിൻ്റെ പേരെന്താണ്, അൽ ജാമിഉ സഹീഹ് എന്നാണ് ഇമാം ബുഖാരിയുടെ പുസ്തകത്തിൻ്റെ പേര്. തൂഫിയ 870 എന്ത് ചെയ്തു, അദ്ദേഹം മരണപ്പെട്ടു. മീലാദ് ഹിജ്റ വർഷം, അറബി വർഷം കേട്ടോ. ഇമാം മുസ്ലിം, വേറെ ഹദീസ് ഗ്രന്ഥമാണ് സ്വഹീഹുൽ മുസ്ലിം. സ്വഹീഹ് മുസ്ലിം, ആ മുസ്ലിം സ്വഹീഹ് മുസ്ലിം എന്ന് പറഞ്ഞ ഹദീസ് ഗ്രന്ഥം എഴുതിയിട്ടുള്ള പണ്ഡിതനാണ് ഇമാം മുസ്ലിം എന്ന് പറഞ്ഞത്. മുസ്ലിം ഹജ്ജാജ് നൈസാബൂരി എന്ന അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം പിന്നെ ഇഷ്തഹറബി കിതാബ്, അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയ പുസ്തകത്തിൻ്റെ പേരെന്താണ്, അസ്വഹീഹ് എന്നുള്ള ഹദീസ് ഗ്രന്ഥമാണ് അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയ പുസ്തകം. ഓക്കെ, ഇനി ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ള മറ്റൊന്ന് മാലി, മുലാരി, അംറ്, നഹി എന്താണെന്നുള്ളതാണ് അല്ലേ. മാലി എന്താണ്, മുലാരി എന്താണ്, അംറ് എന്താണ്, നഹി എന്താണ്. ഓക്കെ, മാലി എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ് ആണ്, പാസ്റ്റ് ടെൻസ് അല്ലേ, കഴിഞ്ഞു പോയ കാര്യത്തിന് മാലി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അത് ഉദാഹരണത്തിന് ഫഅല എന്നുള്ള മോഡലിൽ വരാം, ഫഅല. ഓക്കെ, ജലസ എന്നുള്ള മോഡൽ, ജലസ. കതബ എന്നുള്ള മോഡലിലാണ് അത് വരാം കേട്ടോ, മാലികൾ വരാം. ഓക്കെ, ഇനി അതിനെക്കുറിച്ച് പ്രത്യേകം എന്താണ്, ഫേല് ജമന് മാലി അല്ലേ, കഴിഞ്ഞു പോയ കാലത്ത് ജമന് മാലിന് കഴിഞ്ഞു പോയ കാലത്ത് സംഭവിച്ചതായിരിക്കും ഫേല് മാലി. എക്സാമ്പിൾ കറ ആ, മാ കറ ആ, ഷെരിബ, മാ ഷെരിബ എന്നൊക്കെ ഉള്ളത്. ഓക്കെ, ഷെരിബ, കറ ആക്ക മോഡൽ, ഫഅല, ജലസ, കത്തബക്ക. ഇനിയോ മുലാരിയോ, മുലാരി എന്ന് പറഞ്ഞാൽ പ്രസന്റ് ആയിരിക്കും, പ്രസന്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ, രണ്ടും വരും കേട്ടോ. പ്രസന്റ്, ഫ്യൂച്ചർ, നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം, മറ്റേ ചെയ്തു, ഇനി ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഫഅലയാണെങ്കിൽ അതിൻ്റെ മുലാരി എന്ത് വരും, എഫ് അലു എന്ന് വരും, ഒരു യാ കൂടുതലടിക്കും, എഫ് അലു 4 അക്ഷരമായി മാറും, എഫ് അലു എന്നുള്ള മോഡലിൽ വരും. അപ്പോൾ ജലസ ആണെങ്കിലോ യജ്ലിസു എന്ന് വരും. ഓക്കെ, അപ്പോൾ കത്തബയാണെങ്കിലോ യക്തുബു എന്ന മോഡൽ വരും, യക്തുബു. ഓക്കെ, ഇനിയോ കേട്ടോ, ഫി ജമ എന്ന കാലം, ഹാലിർ നിലവിലുള്ളതും ഇപ്പോൾ മുസ്തഖ്ബൽ ഫ്യൂച്ചറും, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും ഫ്യൂച്ചർ രണ്ടിലുമുള്ള കാലത്ത് ഉള്ള പ്രവർത്തികൾക്ക്, ഫുഴലുകൾക്കാണ് എന്ത് പറയാ, ഫുഴലുകൾക്കാണ് മാലി എന്ന് പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ മാലി എന്ന് പറഞ്ഞാൽ, മുലാരി എന്ന് പറഞ്ഞാൽ എന്താണ്, ഫുഴലാണ്, വെർബാണ്. ഹാലിർ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും മുസ്തഖ്ബൽ ഭാവിയിലുള്ളതും. മാലി ആയിട്ടുള്ള ഫുഴൽ തന്നെയാണ്, പക്ഷെ ഏതാണ്, ഫുഴൽ മാലി കഴിഞ്ഞു പോയ കാലത്തുള്ളതാണ്. എക്സാമ്പിൾ യഖ്റഉ, യക്തുബു കേട്ടോ. ഒക്കെ എക്സാമ്പിൾ. ലാ യഖ്റഉ എന്ന് പറഞ്ഞാൽ വായിക്കുന്നില്ല, ഒക്കെ അതിനെ ലാ കൊടുത്തു എന്നുള്ളൂ. യക്തുബു, യഖ്റഉ എന്നൊക്കെ അതിൽ വരുന്ന വാക്കാണ്. ഓക്കെ, ഇനിയോ പിന്നെ അംറ് എന്ന് പറഞ്ഞാൽ യത്ലുബു ആവശ്യപ്പെടുന്നു, അൽ അമൽ ഒരു പ്രവൃത്തി ചെയ്യാൻ ആവശ്യപ്പെടുന്നു, കമാൻഡ്, ഓർഡർ ചെയ്യുക, നീ ചെയ്യൂ എന്ന് പറയാം. ഉദാഹരണം ഇഫ്അല യഫ്അലു, ഇഫ്അൽ എന്നുള്ള രീതിയിലാണ് ഇത് വരിക, ഇഫ്അൽ.
ഇനി ജലസ ഇരുന്നു, എജ്ലിസു ഇരിക്കുന്നു. നീ ഇരിക്ക് എന്ന് പറയല എങ്ങനെ? ഇജ്ലിസ് എന്നാണ് പറയാ, ഇജ്ലിസ് എന്നാണ് പറയാം കേട്ടോ. ഇനിയോ കത്തബ എഴുതി, യക്തുബു എഴുതുന്നു, പ്രസന്റ് ടെൻസ് ആണ്. അതിന്റെ ഓർഡർ അമ്രായിട്ടുള്ളത് എങ്ങനെ വരിക? ഉക്തുബ് നീ എഴുത്, ഉക്തുബ് നീ എഴുതൂ ഉണ്ടോ. ഓക്കെ. ഇനി നഹി എന്ന് പറയും. നഹി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് പിന്നെ ഓർഡർ ചെയ്യാം, ഒരാൾ ഓർഡർ ആവശ്യപ്പെടാം അല്ലെ, റിക്വസ്റ്റ് ചെയ്യാൻ. നഹി എന്ന് പറഞ്ഞാൽ ഡോണ്ട്, നീ ചെയ്യരുത് എന്ന് പറയാം. ഓക്കെ. അപ്പോൾ ഹിയ യത്തുലുബു കഫ്, കഫ് എന്ന് പറഞ്ഞാൽ തടയാം, അനിൽ അമൽ ഒരു പ്രവൃത്തി തടയാൻ ചെയ്യരുത് എന്ന് പറയാം. ഞാൻ ഈ അണ്ടർലൈൻ ചെയ്യണം എന്താ പറയുക, ചിലപ്പോൾ ഇത് ഈ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ട് ഇത് മാലി മുള്ളാരി അമ്രിൻ്റെതാണെന്ന് ചോദിക്കും. അപ്പോൾ ഈ വാക്ക് നോട്ട് ചെയ്ത് നിങ്ങൾക്ക് വേഗം കിട്ടും. ഇതാ ലാ തക്റ നീ ചെയ്യരുത്, ലാ തക്തുബ് നീ എന്ത് ചെയ്യരുത്, നീ എഴുതരുത്. അപ്പോൾ ഇതിന് ലാ കയറി വരും, ലാ കയറി വരും. എന്നിട്ടോ ലാ തഫ് അൽ എന്നുള്ള മോഡൽ വരും. ലാ തഫ് അൽ അവസാനത്തെ അക്ഷരത്തിൽ സുക്കൂനാവും, ഫസ്റ്റിൽ ലാ ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ ഇജ്ലിസിനവ ജലസ ഇരുന്നു, എജ്ലിസു ഇരിക്കുന്നു, ഇജ്ലിസ് നീ ഇരിക്ക്. അപ്പോൾ എന്താ വരിക? ലാ തഫൽ മോഡൽ ലാ തജ്ലിസ് നീ ഇരിക്കരുത്, ലാ തജ്ലിസ് നീ ഇരിക്കരുത്. ഇനിയോ കത്തബ എഴുതി, യക്തുബു എഴുതുന്നു, ഉക്തുബ് നീ എഴുത്, നീ എഴുതരുത്. അപ്പോൾ ലാ ചെയ്യരുത്, തക്തുബ് യക്തുബ് എന്നുള്ളത് ഫസ്റ്റത്തെ അക്ഷരം എന്താവും? ഈ മുലാരിനെ മാറ്റിയാൽ മതി. ഫസ്റ്റത്തെ അക്ഷരം താവും, പിന്നെ അവസാനത്തെ അക്ഷരത്തിന് എന്താവും? ഇവിടെ വമ്മല്ലേ, ഇവിടെ എത്തുമ്പോൾ എന്താവും? നഹിയമ സുക്കൂനാവും, ലാ തക്തുബ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ മാലി ആയിട്ടുള്ള വാക്കിന് തുടക്കത്തിൽ യാ കൊടുത്താൽ മുലാരി കിട്ടും. മാലി ആയിട്ട് തുടക്കത്തിൽ അലിഫ് കൊടുത്തിട്ട് അവസാനത്തെ അക്ഷരം സുക്കൂന് കൊടുത്താൽ എന്ത് കിട്ടും? അംറ് കിട്ടും. മുലാരി ആയിട്ടുള്ള വാക്കിൻ്റെ തുടക്കത്തിൽ ലാ കൊടുത്ത് ഈ യാക്ക് പകരം താ ആക്കി അവസാനത്തെ അക്ഷരത്തിന് എന്ത് ചെയ്യും? സുക്കൂനാക്കിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? 3 മാറ്റം വരുത്തിയാൽ നഹി കിട്ടും. അപ്പോൾ ഇത് ഫഅല യഫ്അലു ഇഫ്അൽ ലാ തഫ്അൽ, അത് ആ മോഡലിലേക്ക് എന്ത് ചെയ്യണം? വാക്കുകൾ മാറ്റാം. ഫഅല മോഡൽ എന്തായിരിക്കും? മാളി ആയിരിക്കും. യഫ്അൽ മോഡലിൽ മുലാരി ആയിരിക്കും. ഇഫ്അൽ മോഡലിൽ അംറായിരിക്കും. ലാ തഫ്അൽ മോഡലിൽ നഹി ആയിരിക്കും കേട്ടോ. ഒരു ഹിവാർ വർക്കാണ്. ഇനി രണ്ടാമത്തെ പാഠത്തിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത്, രണ്ടാമത്തെ പാഠത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ പേര് ദുറാത്തുൻ സമീനത്തുൻ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ഓക്കെ. ഇത് അബൂബക്കർ റളിയല്ലാഹു ഇസ്ലാമിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടതിന് ശേഷം, വഫാത്തായതിനു ശേഷമുള്ള 1ാമത്തെ ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അദ്ദേഹം ഔസ ഉപദേശിക്കുകയാണ്. ദുറാത്തു സമീനത്ത് എന്ന മൂല്യവത്തായ മൊഴിമുത്തുകൾ എന്നാണ് അർത്ഥം. മൂല്യമുള്ള മൊഴികൾ, വാക്കുകൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്, ഉപദേശങ്ങൾ എന്നാണ് കേട്ടോ. ഓക്കെ. മുത്തുകൾ എന്നാണ്, മുത്തുകൾ ദുറാത്തറ മുത്തുകൾ എന്നർത്ഥം. പിന്നെ മൂല്യമുള്ള മുത്തുകൾ എന്ന് പറഞ്ഞാൽ മൂല്യമുള്ള വാക്കുകൾ എന്നർത്ഥം കേട്ടോ. ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹുവിനെ പറഞ്ഞേക്കണം. മാത്രമല്ല അയാളെ കൂടെ ഒരു സൈന്യമാണ്, ജയ്ഷ് ഉണ്ട്. ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹുവിനെയും സംഘത്തെയും പറഞ്ഞയക്കുമ്പോൾ അവിടുത്തെ ഖലീഫ അബൂബക്കർ റളിയല്ലാഹുവിന് കൊടുക്കുന്ന ഒരു ഉപദേശമാണ്. ഓക്കെ. ഈന സൈരിഹി ഇല അബ്ന, എങ്ങോട്ടാണ് പോണത്? അബ്ന എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് യുദ്ധത്തിന് പോണത്. കാല, അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു, യാ അയ്യുഹന്നാസ് കിഫു, ജനങ്ങളെ നിങ്ങൾ നിൽക്കൂ. ഊസീക്കു, ഞാൻ നിങ്ങൾക്ക് ഉപദേശം തേക്കാം. ബി അഷറിൻ, 10 ഉപദേശം പറയാം. ഫഹ്ഫലുഹ, അന്നി, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ സൂക്ഷിക്കണം. ലാ തഹൂനു, നിങ്ങൾ പരസ്പരം ചതിക്കരുത് അല്ലേ. ദാ തഉല്ലു, നിങ്ങൾ എന്ത് ചെയ്യരുത്? അതിര് കടക്കരുത്. വലാ തഅദിറു, നിങ്ങൾ പരസ്പരം പിന്നെന്താ പറയുക, വിരണ്ടോടരുത്, പിന്തിരിഞ്ഞോടരുത്. വലാ തുമസ്സിലു, നിങ്ങൾ എതിരാളികൾ കൊല്ലുമ്പോൾ അത് ശരീരഭാഗങ്ങൾ ഇങ്ങനെ ചിത്രവധം ചെയ്ത് ഓരോ കഷ്ണമായിട്ട് കൊല്ലരുത്. വലാ തഖ്തുലു, നിങ്ങൾ കൊന്നു കളയരുത്. തിഫ്ലൻ, കുട്ടികളെ. സളീറൻ, ചെറിയ കുട്ടികളെ നിങ്ങൾ കൊല്ലരുത്. ഔ ഷെയ്ഖൻ, പ്രായമുള്ള. കബീറൻ, വലിയ പ്രായമുള്ള ആളുകളെ നിങ്ങൾ കൊല്ലരുത്. വലാ ഇമ്രാത്തൻ, സ്ത്രീകളെയും നിങ്ങൾ ആക്രമിക്കരുത് കേട്ടോ. യുദ്ധത്തിന് പോകുമ്പോൾ അവിടെ കൊടുക്കുന്ന ഉപദേശമാണ്. ആ നാട്ടിൽ പോയിട്ട് യുദ്ധമാണ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു മര്യാദ പാലിക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. വലാ തഖറുറു, നിങ്ങൾ പിഴുതെടുക്കരുത്. നഖിലൻ, ഈത്തപ്പന മരങ്ങളെ. കാരണം അവിടുത്തെ ഒരു പ്രധാന എന്താണ് ഫലവൃക്ഷമാണെന്ത്? ഈത്തപ്പന. പ്രധാന ഭക്ഷ്യോൽപ്പന്നമാണ്. അപ്പോൾ ആ ഭക്ഷ്യ ഉൽപ്പന്നത്തെ നശിപ്പിക്കരുത് അവിടെ ഉദ്ദേശിക്കുന്നത്. വലാ തുഹരിക്കൂ, നിങ്ങൾ കത്തിക്ക് കളയരുത്. വലാ തഖ്തഉ, നിങ്ങൾ മുറിച്ച് കളയരുത്. ഷജറത്തൻ മുസ്മിറത്തൻ, കായ്ച്ചു നിൽക്കുന്ന മരങ്ങൾ. അപ്പോൾ അവിടെ ചെന്നാൽ അവിടുത്തെ മരങ്ങളും കൃഷിയും നശിപ്പിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. വലാ തദ്ബഹു, നിങ്ങൾ അറുക്കരുത്. ഷാത്തൻ, ആടുകളെ. വലാ ബക്കറത്തൻ, പശുക്കളെ. വലാ ബഗീറൻ, ഒട്ടകത്തെ.
ഇതിനൊന്നും നിങ്ങൾ വെറുതെ കൊന്നുകളയരുത്. എല്ലാ മൗക്കലത്തെ ഭക്ഷിക്കാനല്ലാതെ, ഭക്ഷണത്തിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ അർക്കത അനുവദനീയം. ഭക്ഷണത്തിനല്ലാതെ ആ രാജ്യത്തെ എല്ലാം നശിക്കട്ടെ എന്നറിയാണ്ട് അവിടുത്തെ എല്ലാ മൃഗങ്ങളെയും കൊല്ലുക, അങ്ങനെ ചെയ്യാൻ പാടില്ല. സൗഫ തെമുറൂന, നിങ്ങൾ നടന്നു പോവുകയാണെങ്കിൽ ബി അക്വാമിൻ, ഒരു സമൂഹങ്ങൾക്കിടയിലൂടെ കത് ഫറഉ, അവർ മുഴുകിയിട്ടുണ്ടാവും അംബുസവും അസവാമി, ആശ്രമങ്ങളിൽ വെച്ചാൽ സന്യാസിമാര് ആശ്രമങ്ങളിൽ മുഴുകി അവരെ ആരാധനയിൽ ഏർപ്പെട്ടുകയാണെങ്കിൽ ഫദഊഹും, നിങ്ങൾ അവരെ വെറുതെ വിടണം. കാരണം അവർ നിങ്ങൾ യുദ്ധം ചെയ്യുന്നില്ല. ഒരു നാട്ടിൽ യുദ്ധത്തിന് പോയാൽ അവിടുത്തെ ആരാധനക്ക് എന്തെങ്കിലും മറ്റു മതസ്ഥരായ ആൾ ആരാധിച്ചു കൊണ്ടിരിക്കണമെങ്കിൽ ആരാധനക്ക് എന്ത് ചെയ്യരുത്, നിങ്ങൾ ഭംഗം വരുത്തരുത്, അവരെ ഉപദ്രവിക്കരുതെന്നാണ്. മാ ഫറഊ അംഫുസഹും, അല്ലേ? അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അവരെ ഒഴിവാക്കണം, അവർ നിങ്ങൾ എന്ത് ചെയ്യണം, ഉപേക്ഷിച്ച് പോകണം. അപ്പോൾ സൗഫ തഖ്ദുമൂന, നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ കൗമിൻ, ചില ആളുകൾ യൗത്തൂനക്കും, നിങ്ങൾ കൊണ്ടുവരുന്നു ബി ആനിയത്തിൻ, പാത്രങ്ങളുമായി നിങ്ങളുടെ അടുത്തേക്ക് വന്നു, അൽവാന തൊഴം, വ്യത്യസ്തങ്ങളായ ഭക്ഷണങ്ങളുമായി കൊണ്ട്. അവിടുത്തെ ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് നല്ല ഭക്ഷണം കൊണ്ടുവന്ന് വന്നാൽ ഫൈദ ആക്കൽ, നിങ്ങളത് ഭക്ഷിക്കുകയാണെങ്കിൽ ഷെയ്ക്കൻ, എന്തെങ്കിലും ഭക്ഷിക്കുകയാണെങ്കിൽ ഫദ്കുറു, നിങ്ങൾ ഓർക്കണം ഇസ്മല്ലാ അലൈഹ, ബിസ്മി ചൊല്ലിക്കൊണ്ട ഭക്ഷണം നിങ്ങൾ കഴിക്കണം. എന്ന് വെച്ചാൽ അവിടുന്ന് ആരും തന്ന ഭക്ഷണം കഴിക്കരുതെന്നല്ല, അവിടുന്ന് ആൾ നിങ്ങളോട് ശത്രുത ഇല്ലാത്ത ആൾക്ക് ഭക്ഷണം തന്നാൽ ബിസ്മി ചൊല്ലിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഭക്ഷണം കഴിക്കാം, അത് പ്രശ്നമൊന്നുമില്ല എന്നാണ്. ഇത് ഈ ഒരു ഉപദേശമാണ് ഇതിൽ ഉള്ളത്. അപ്പോൾ ഈ ചാപ്റ്റർ ബേസ് ചെയ്തുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ആരാണ്? അത് അവ്വലു ഖുലഫാ റാഷിദ്, 4 ഖലീഫമാരിലെ ആദ്യത്തെ ആളാണ്. ഫഹദുൽ അഷറിൽ മുബശ്ശിരീൻ ജന്ന, അഷറുൽ മുബശ്ശിരീൻ എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച 10 ആളുകളുണ്ട്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10 ആളുകൾ പറഞ്ഞു, ഉമർ ഫിൽ ജന്ന, അബൂബക്കർ ഫിൽ ജന്ന, ഉസ്മാൻ ഫിൽ ജന്ന എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ 10 സ്വഹാബിമാരെ കുറിച്ച് പറഞ്ഞു. അതിൽപ്പെട്ട ഒരാളാണ് ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വാലിദു ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി ആയിഷ റളിയല്ലാഹു ഉപ്പയാണ്. കാന സ്വദീഖൻ ഹമീമൻ, സുസൈദിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ്. സാനി ഇസ്നേനി, 2-ൽ ഒരാളാണ്. ഫി ഗോരി സൗർ, ഇജറ പോകുമ്പോൾ സൗർ ഗുഹയിൽ ഒളിച്ചു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 ആളെ വിളിച്ചത്, ആ 2-ൽ ഒരാളായിരുന്നു ആര്? അബൂബക്കർ റളിയല്ലാഹു അൻഹു. അപ്പോൾ ഖദ്ദമ ഹയാത്തഹു ഫി സബീൽ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ജീവിതം എന്ത് ചെയ്തു, ചെലവഴിച്ച വ്യക്തിയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഇനിയോ ഇതിൽ കുറച്ച് വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ വർക്കുകൾ ആദ്യം ഡിസ്കസ് ചെയ്യുമ്പോൾ പറയും. ഹാഫിള് അല്ലാഫത്തിൽ ഹദീക്ക, ഗാർഡ്, കീപ് ദ ഗാർഡൻ ക്ലീൻ, ഗാർഡൻ വൃത്തിയായി സൂക്ഷിക്കുക. റജാവ് അദമുൽ ഖത്ഫിൽ അസ്ഗർ, ഡോണ്ട് പ്ലക്ക് ഫ്ലവേഴ്സ്, പൂക്കൾ എന്ത് ചെയ്യരുത്, പറിക്കരുത് എന്നുള്ളതിൻ്റെ ആണ് കേട്ടോ. ഇനി 3-ാമത്തെ ഭാഗം തം ടെസ്റ്റക്ക് എന്ന കവിതയാണ്. കവിതയിൽ നിന്ന് നമുക്കതിൻ്റെ സമ്മറി മനസ്സിലാക്കുന്നതിന് മുമ്പ് കവിത എഴുതിയ ആളെ പേരെന്താണ്? ഇലിയ അബു മാലി എന്നാണ്. ഓക്കെ, ഷാഹിറുൻ ഷുറാഹുൽ മഹിജർ, മഹിജർ കവിയപ്പെട്ടതാണ്. അത് കുറച്ച് കവികൾ എന്ത് ചെയ്തു, ഏഷ്യയിൽ നിന്ന് അവിടെ യുദ്ധങ്ങളൊക്കെ ഉണ്ടായ പ്രശ്നങ്ങൾ, ആഭ്യന്തര പ്രശ്നം ഉണ്ടായപ്പം അമേരിക്കയും നാടുകളിലേക്കൊക്കെ എന്ത് ചെയ്തു, കുടിയേറിപ്പോയി. അവിടെ പോയി താമസിച്ചു. പിന്നെ അവിടുന്ന് കവികളായി മാറി. അവർക്കാണ് മഹിജർ കവികൾ എന്ന് പറയാം. ഓക്കെ, അതിൽപ്പെട്ട കവിയാണ് ആര്? ഇലിയ അബു മാലി. ഇനിയോ അദ്ദേഹത്തിന് മറ്റൊരു പ്രത്യേകത, അദ്ദേഹം ഒരു മജല്ല എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ പ്രസിദ്ധീകരിച്ചിട്ട് ആ സമീർ എന്നതിൻ്റെ പേര് പിന്നീട് പത്രമായി ജരീദത്തായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസിദ്ധമായ പത്രത്തിൻ്റെ പേരാണ് സമീർ എന്നുള്ളത്. പിന്നെ അദ്ദേഹത്തിൻ്റെ അറിയപ്പെടുന്ന നോവലുകൾ, എഴുത്തുകളുണ്ട്. അതിൽ പെട്ടതാണ് എന്ത്? ദീവാനു അബിമാലി, തുദ്ക്കാറു മാലി, അൽ ഖമായിൽ, അൽ ജദാബിൽ, അല്ലേ? ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ പുസ്തകങ്ങളാണ്, എഴുത്തുകളാണ് കേട്ടോ. അപ്പോൾ ഈ പുസ്തകങ്ങളുടെ പേര് പ്രത്യേകം എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. അതിൽ ഖമായിലും ജദാബിലൊക്കെ പ്രത്യേകം ഓർത്തു വെക്കുക കേട്ടോ. ഇനി കവിതൻ്റെ ഒരു സമ്മറി പറയാം. യദു ഷാഇറു, കവി പറയുന്നു, ഇലിയ അബു മാലി അൽ ഇൻസാന, മനുഷ്യനോട് പറയുന്നു, ലിൽ തഖല്ലുസ് മിനശ് തശാവും, തശാവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആവലാതി പറയാം, ഇല്ലായ്മ പറയാം, എനിക്കൊന്നും ഇല്ല എന്ന് പരാതി പറയാം. ആ പരാതി പറയുന്ന മനുഷ്യനോട് എന്ത് ചെയ്യുന്നു, ഇലാഹ് പറയുന്നു, ഇല തഫാഉൽ, അവനോട് എന്ത് പറയുന്നു, എന്ന ശുഭപ്രതീക്ഷയിലേക്ക് വരാൻ വേണ്ടിയിട്ട് പറയുന്നു. യക്കൂൽ, കവി പറയുന്നു, ഇന്നൽ ഇൻസാന, മനുഷ്യൻ, അൽ മുത്തശായി, പരാതി പറയുന്ന മനുഷ്യൻ, യഷ്കു, പരാതി പറയുന്നു, വയ്യബിസു, മുഖം ചുളിക്കുന്നു, വയ്യത്ത് അല്ല, വേദന അനുഭവിക്കുന്നു. പരാതി പറയുന്നവരെന്നും വേദന അനുഭവിച്ചും മുഖം ചുളിച്ചും പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കും. കുല്ലമ ഹൗലഹു, എന്നാൽ നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ, ഫീ തൊബിയ, പ്രകൃതിയിലുള്ള, മുബത്തസിമും, പുഞ്ചിരിക്കുന്നു, മുത്തഫായിലും, നല്ല പ്രതീക്ഷയോട് കൂടിയിട്ട്. ഫമൻ അറാദ, ആരെങ്കിലും ഉദ്ദേശിക്കണമെങ്കിൽ യക്കൂന, ജീവിക്കാൻ, സഈദൻ, സന്തോഷവാനായിക്കൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ, ഫൽ യുഹാരിബ്, എന്നാൽ നിങ്ങൾ പൊരുതണം, അൽ യഅ്സ, നിരാശയോട്, വയഫ്ത, അങ്ങനെ തുറക്കും, നാഫിദത്തൻ, കവാടങ്ങൾ, അൽ അമൽ, പ്രതീക്ഷയുടെ, വയതവക്കൽ, സംഭവിക്കും, അൽ ഖൈർ,
നന്മ ഫിൽ മുസ്തഖ്ബൽ, ഭാവിയിൽ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ സന്തോഷമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് വരുന്ന പ്രശ്നങ്ങളോട് നിങ്ങൾ പടപൊരുതണം. പടപൊരുതി നിങ്ങളുടെ ഭാവിയിൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് പ്രതീക്ഷയുടെ വാതിലുകൾ തുറക്കുകയും നിങ്ങൾ നല്ല ഭാവി നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും. ആ ഷായിർ യുഹാത്തിബ്, കവി പറയുന്നു, യുഹാത്തിബ് സംവദിക്കുന്നു, അല്ല മുത്തശായിബ് പരാതി പറയുന്ന ആളുകളുമായിക്കൊണ്ട്. എന്താ പറയുക, ഇന്നി അറാക്ക, ഞാൻ നിന്നെ കാണുന്നു, ഷാക്കിയൻ പരാതി പറയുന്നവനായിക്കൊണ്ട്, അൻത തക്കൂലു, നീ പറയുന്നു, ഇന്നക്ക ഷദീദുൽ ഫക്ർ, നീ വളരെയധികം ഫക്റുള്ള ആളാണ്, ഫക്ർ ദാരിദ്ര്യമുള്ള ആളാണെന്ന് പറയുന്നു. വൽ അദ്മു, നിർഭാഗ്യമുള്ള ആളാണെന്ന് നീ പറയുന്നു. ഫദ് ജഅലല്ലാഹു, എന്നാൽ അള്ളാഹു ആക്കിയിട്ടുണ്ട് അൽ അർള, ഭൂമിയെ, വസ്സമാ, ആകാശം, വൽ അൻജും, നക്ഷത്രങ്ങളെ, വൽ ഹുക്കൂം, വയലുകളെ, വൽ അസ്ഹാർ, പൂക്കളെ, മുസഖറത്തുൽ ലക്ക്, മനുഷ്യൻ നിനക്ക് വേണ്ടി കീഴ്പ്പെടുത്തി തന്നതാണ് ഈ കാര്യങ്ങളെല്ലാം. വൽ ബലാബിലുൽ മുഅർരിദ്, പാട്ട്, പിന്നെ കുയിലുകൾ പാട്ട് പാടുന്നു. വൽ മാഉ സോഫിയു, ശുദ്ധമായ വെള്ളം. വ ഷംസുൽ മുഷ്രിക, വെട്ടിത്തിളങ്ങുന്ന സൂര്യന്. കുല്ലുഹ, എല്ലാം. തുലീഉ നഹാറക, നിന്റെ പകലിനെ എന്ത് ചെയ്യും, ഇതെല്ലാം ഭംഗിയുള്ളതാക്കുന്നു. വ തുനീറു ഹയാത്തക്ക, നിന്റെ ജീവിതത്തിലേക്ക് വെളിച്ചം നൽകുന്നു. ലക്കത് ഇഫ്തഹത്ത്, തുറന്നിട്ടുണ്ട്. ലക്ക ദുനിയ, നിനക്ക് വേണ്ടി ലോകം മുഴുവനും സൗകര്യം അള്ളാഹു ഒരുക്കി തന്നിട്ടുണ്ട്. ഫലിമ തഖ്തയു, പിന്നെ എന്തിനാ നീ നിരാശപ്പെടുന്നത്? ഫൈൻ കുൻത ഹസീന, നീ നിരാശപ്പെടുകയാണെങ്കിൽ, അലാ ലായിഅൻ, നഷ്ടപ്പെട്ടു പോയ കാര്യത്തെ ആലോചിച്ച് നീ നിരാശപ്പെടുകയാണെങ്കിൽ, ഫൈന നദമ, നിന്റെ ഖേദത്തിന് ലാ യഊദു, തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല, ബിമാ ഫാത്തക്ക, നിനക്ക് നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളെ. വൈൻ കുൻത, നീ ആവുകയാണെങ്കിൽ, തഖാഫ്, ഭയപ്പെടുന്നു, മുസീബത്തൻ, അപകടത്തെ നീ ഭയപ്പെടുകയാണെങ്കിൽ, ഫലാ യൻഫഉക, അതുകൊണ്ട് ഒരു ഉപകാരം നിനക്കുണ്ടാവില്ല. അബൂസ വജീക, നിന്റെ മുഖത്ത് ചുളിയാന്നല്ലാതെ. ഒരു കാര്യത്തെ പേടിച്ചത് കൊണ്ട് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് മുഖം ചുളിയാന്നുള്ളത് നേടാൻ കഴിയില്ല, കാരണം ആ പ്രശ്നം ഇല്ലാതാവോ ഇല്ല. വൈദാ തക്കദ്ദമ, നീ മുന്നേറുകയാണെങ്കിൽ, ബിക്ക, നിനക്ക് സിന്നിൻ, വയസ്സിങ്ങനെ കൂടി പോവുകയാണെങ്കിൽ, ഫലാ തൈഅസ്, നീ പരാതി പറയരുത്. വലാ തുലിം, നീ ആക്ഷേപിക്കരുത്. സമാന, കാലത്തെ, നീ കാലത്തെ നിനക്ക് വയസ്സ് കൊണ്ട് കാലത്തെ കാരണം അന്നഹു ലാ യഹ്റും, കാലത്തിന് എന്ത് ചെയ്യുന്നില്ല, വയസ്സാവുന്നില്ല, നിനക്കാണ് എന്ത് ചെയ്യുന്നത്, വയസ്സാവുന്നത്. ഇനിയോ വലാകിന്നൽ ഇൻസാന, മനുഷ്യൻ, യഹ്റുമു യശീഹു, മനുഷ്യന് വയസ്സാകുന്നു, അവന് യശീഹു, വൃദ്ധനാകുന്നു. വൽനുർ ഹവാലേക്ക്, നീ നിന്നെ ചുറ്റും നോക്കൂ. ഫജിദ്, അപ്പോൾ നിനക്ക് കാണാം, ഫിൽ കൗന്, ഈ പ്രപഞ്ചത്തിൽ, അൽ ജമീൽ, ഭംഗിയുള്ള, ലൗഹാത്തിൻ ബദിഅത്തിൻ, ഭംഗിയുള്ള ഒരുപാട് പുതുമകളെ നിനക്ക് കാണാൻ പറ്റും. തുൽഹിറു ഖുദ്റത്തുൽ ഖാലിക, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ അത്ഭുതങ്ങളെ കാണാൻ പറ്റും. ആദിൽ അഷ്ജാർ, ഈ മരങ്ങൾ, തുസഫിഖു, അതെന്ത് ചെയ്യുന്നു, അത് പരസ്പരം കൈ കൊടുക്കുന്നു. ഫറഹൻ, സന്തോഷത്തോടിയിട്ട്. തിൽഖൽ ഉയൂനു അൽ ജാരിയ, ഒഴുകുന്ന വെള്ളങ്ങൾ എന്ത് ചെയ്യുന്നു, അരുവികൾ, ഒഴുകുന്ന അരുവികൾ. തുഷ്ഫി അൽ മരീദ്, രോഗങ്ങൾ ഷിഫയാക്കുക, എന്ന് വെച്ചാൽ ശുദ്ധമായ വെള്ളവുമായിട്ടാണ് എന്ത് ചെയ്യണത്, അവരൊഴുകുന്നത്. തെഹല്ലറു, പച്ചപ്പ് നൽകുന്നു. അൽ അർള്, ഭൂമിക്ക്. മിൻ നബാത്ത്, ചെടികൾ. വൽ അഷാബ്, കുറ്റിച്ചെടികളും ചെടികളൊക്കെ ഭൂമിക്ക് പച്ചപ്പ് നൽകുന്നു. ഫയ അയ്യുഹൽ ഇൻസാൻ, അതുകൊണ്ട് മനുഷ്യ, അൽ ഹാഇർ, പരിഭ്രാന്തനായ മനുഷ്യ, ഫിൽ മുസ്തഖ്ബൽ, ഭാവിയെ കുറിച്ചിട്ട്. ലാ തുളയ്യ്, നീ നശിപ്പിക്കല്ല, ഹയാത്തക്ക, നിന്റെ ജീവിതം. ഭാവിയെക്കുറിച്ച് പരിഭ്രാന്തനായ മനുഷ്യ, നീ നിന്റെ ജീവിതം നശിപ്പിക്കല്ല. ഹാലി, ഇപ്പോഴുള്ള ഭാവിയെക്കുറിച്ച് ടെൻഷൻ അടിച്ചിട്ട് നിന്റെ ഇപ്പോഴത്തെ ജീവിതം നീ നശിപ്പിക്കരുത്. ലി ഒദിൻ മജ്ഹൂൽ, നാളത്തെക്കുറിച്ച് നിനക്ക് എന്ത് ചെയ്ത് അറിയില്ല. അപ്പോൾ അറിയാത്ത നാളേക്ക് വേണ്ടി അറിയുന്ന ഇന്നിനെ നീ എന്ത് ചെയ്യരുത്, നശിപ്പിക്കരുത് എന്നാണ് കവി പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ആക്ടിവിറ്റികളാണ്. ഇത്രയാണ് ഈ ചാപ്റ്ററിൻ്റെ സമ്മറി ആയിട്ടുള്ളത് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇതോടുകൂടി യൂണിറ്റ് 2 എക്സ്പ്ലനേഷൻ സമ്മറി അവസാനിക്കുകയാണ്. ബാക്കി നമുക്ക് യൂണിറ്റ് 3 സമ്മറി ചെയ്യുമെങ്കിൽ അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരോടും ബൈ, അസ്സലാമു അലൈക്കും.